നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറിന് 20,000-ഓളം വോട്ട് ലഭിച്ചത് SDPI പിന്തുണയിൽ. മണ്ഡലത്തിൽ SDPI മത്സരിച്ചെങ്കിലും അടിസ്ഥാന വോട്ടുകൾ പോലും പിടിക്കാൻ കഴിഞ്ഞില്ല. മതമൗലികവാദ സംഘടനയുടെ പിന്തുണ UDF-നും തുണയായി. പേരിനൊരു മത്സരം, അങ്ങനെയായിരുന്നു മതതീവ്രവാദ ശക്തിയായ SDPIയുടെ നിലമ്പൂരിലെ പോര്. PV അൻവറിനും UDF-നും വോട്ട് മറിച്ചു നൽകുകയായിരുന്നു SDPI. തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായും SDPIയുമായും അൻവർ രഹസ്യ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ UDF-ന്റെ വിജയസാധ്യത മനസ്സിലാക്കി അവർക്ക് പിന്തുണ നൽകാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചു. SDPI ഒറ്റയ്ക്ക് മത്സരിക്കാനും തീരുമാനിച്ചു. എന്നാൽ അൻവറുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ വോട്ട് മറിച്ചു നൽകി. മണ്ഡലത്തിൽ 4000-ലേറെ അടിസ്ഥാന വോട്ടുള്ള ഈ മതമൗലികവാദ സംഘടനയ്ക്ക് ഇത്തവണ ലഭിച്ചത് 2077 വോട്ട് മാത്രമാണ്. 1.18% വോട്ട് മാത്രം. 2016-ൽ SDPI സ്ഥാനാർത്ഥിയായി K ബാബുമണി മത്സരിച്ചപ്പോൾ 4751 വോട്ട് ലഭിച്ചിരുന്നു. 2021-ലും ഇതേ സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ 3281 വോട്ടുകൾ നേടി. എന്നാൽ 2077 വോട്ട് മാത്രം നേടിയ SDPI ഇത്തവണ വോട്ട് അൻവറിന് മറിച്ചു. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനും വോട്ട് മറിച്ചു നൽകിയെന്നും വിലയിരുത്തൽ ഉണ്ട്. LDF വിട്ട സമയത്ത് PV അൻവർ നിലമ്പൂർ ചന്തക്കുന്നിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ നിരവധി SDPI ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ പങ്കെടുത്തിരുന്നു. മത തീവ്രവാദ സംഘടനകൾക്ക് കുടപിടിക്കുന്ന നിലപാടുകളാണ് അൻവറും സ്വീകരിക്കുന്നത്. PV അൻവറിന്റെ തീവ്ര നിലപാടുകൾ തന്നെയാണ് ഇത്തരം സംഘടനകളെ ആകർഷിക്കുന്നത്. അണിയറയിലെ രഹസ്യ നീക്കങ്ങൾ തന്നെയാണ് PV അൻവറിന്റെ വോട്ടുകളും. നിലമ്പൂരിൽ നിന്നും ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കൽമനം, ജനം.